Mivi Duopods M30 എന്ന് പറഞ്ഞിട്ടുള്ള ഇയർബഡ് ആണ് നമ്മുടെ കയ്യിലിരിക്കുന്നത്. അന്ന് നമ്മൾ മൊട്ട പോലെ ഇരിക്കുന്നു എന്ന് പറഞ്ഞ സമയത്ത് നമ്മുടെ മിവി കേട്ടിട്ടുണ്ടെന്ന് തോന്നുന്നു. അവരിപ്പോൾ മൊട്ടയാക്കി ഇറക്കിയിട്ടുണ്ട് മിവിയുടെ TWSന്റെ കേസ്. Mivi Duopods M30 ആണ് ഇതിന്റെ മോഡൽ നെയിം. അപ്പോൾ ഇതിന്റെ വിശേഷങ്ങൾ നമുക്ക് പെട്ടെന്ന് നോക്കാം. 42 മണിക്കൂർ പ്ലേബാക്ക് ടൈമാണ് കമ്പനി പറയുന്നത്. ബ്ലൂടൂത്ത് 5.1 ആണ് ഇതിനകത്ത് യൂസ് ചെയ്തിട്ടുള്ളത്. 1 മണിക്കൂർ മാത്രം ചാർജ് ചെയ്താൽ മതി. IPX4 വാട്ടർ അസിസ്റ്റന്റ് ആണ്. ഗൂഗിൾ അസിസ്റ്റന്റും സിറിയും നിങ്ങൾക്ക് ഇതിനകത്ത് ഇന്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു ടച്ചിൽ നിങ്ങൾക്ക് ഗൂഗിൾ അസിസ്റ്റന്റിനെയോ സിറിനെയോ ഒക്കെ വെയ്ക്ക് ചെയ്യാനായിട്ട് സാധിക്കും. സൂപ്പർ സോളിഡ് ബാസ് ഡ്രൈവേഴ്സ് എന്ന് അവർ ഇതിന്റെ പുറകിൽ എഴുതി ഒട്ടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ കറക്റ്റ് ആണോ എന്നുള്ളത് നമുക്ക് നോക്കാം. ഫിസിക്കലി പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു മുട്ടയുടെ ഷേപ്പിലാണ്. പുറകിലായിട്ടാണ് നമ്മുടെ ഒരു മൈക്രോ USB പോർട്ടാണ് വരുന്നത്. മൈക്രോ USB ടൈപ്പ് സി അല്ല, മൈക്രോ USB. അപ്പോൾ നിങ്ങൾ ആലോചിക്കും മൈക്രോ USB ഉള്ളൂ ആണ്. 1000 രൂപ മാത്രമേ ഉള്ളൂ ഗൈസ് ഇതിൻ്റെ വില. ഞാൻ ഒരു 2 ദിവസം മുന്നേ നോക്കിയ സമയത്ത് മിവിയുടെ വെബ്സൈറ്റിലും അതുപോലെ തന്നെ ഫ്ലിപ്കാർട്ടിലും 899 രൂപയായിരുന്നത്. ഇന്നിത് 1 രൂപ ഡിസ്കൗണ്ടോട് കൂടി 999 ആയിട്ടുണ്ട്. അപ്പോൾ 2-3 ദിവസം ചിലപ്പോൾ നിങ്ങൾക്ക് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഓഫേഴ്സ് കിട്ടാനായിട്ട് ചാൻസ് ഉണ്ട്. ബിൽഡ് മൊത്തത്തിൽ ഒരു പ്ലാസ്റ്റിക് ബിൽഡാണ്. ഒരിക്കലും നമുക്കൊരു പ്രീമിയം ഫീൽ ഒന്നും നമുക്ക് കിട്ടുന്നില്ല. അത്യാവശ്യം തരക്കേടില്ലാതെ അവർ ബിൽഡ് ചെയ്തിട്ടുണ്ടെന്ന് തന്നെ പറയേണ്ടി വരും. പിന്നെ ഇയർബഡ്സ് നോക്കിക്കഴിഞ്ഞാൽ യൂഷ്വലി നമ്മൾ കണ്ടുവന്നിട്ടുള്ള ഇയർബഡുകളുടെയൊക്കെ ഒരു ഡിസൈൻ എലമെൻറ്റ് തന്നെയാണ്. ഒരു റബ്ബർ ടിപ്പും അവരിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് നമ്മുടെ കാതിലേക്ക് വെച്ച് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ ഫോണിലേക്ക് നിങ്ങൾ പ്ലേ ആവും. പാട്ട് പ്ലേ ആയി. അപ്പോൾ നിങ്ങളെല്ലാവരും കാത്തിരിക്കുന്ന കാര്യം Mivi Duopods M30യുടെ സൗണ്ട് ക്വാളിറ്റി. നമ്മുടെ F50 അല്ലെങ്കിൽ F സീരീസ് ഒക്കെ ആയിട്ട് കോമ്പറ്റീറ്റ് ചെയ്യുന്ന സമയത്ത് ഇത് ബെറ്റർ ആണോ അതോ F സീരീസ് ആണോ ബെറ്റർ എന്നൊക്കെ നിങ്ങൾക്കൊരു ഡൗട്ട് ഉണ്ടായിരിക്കും. അത് വെച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും നമുക്ക് F സീരീസുമായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റില്ല. മിവിയുടെ F70 എന്നൊക്കെ പറഞ്ഞിട്ടുള്ള മോഡൽ നമ്മൾ റിവ്യൂ ചെയ്തതാണ്. അതിൻ്റെ അകത്ത് ഏറ്റവും ടോപ്പ് എൻഡിൽ ഞാൻ പറഞ്ഞൊരു കാര്യം ടോൺ ക്വാളിറ്റി, അതായത് വോക്കൽസിൻ്റെയും അല്ലെങ്കിൽ ആ ഒരു മ്യൂസിക്കിൻ്റെ മൊത്തത്തിലുള്ള ഒരു ക്വാളിറ്റി, ആ ഒരു ക്വാളിറ്റി ഭയങ്കര അടിപൊളിയാണെന്നുള്ളത്. ഇതിൻ്റെ അകത്ത് അതായത് Mivi M30ക്കകത്ത് ആ ഒരു ക്വാളിറ്റി മാത്രം ഒരു ആവറേജിലേക്ക് പോയി. അതായത് ടോപ്പ് ക്വാളിറ്റിയിൽ നിന്ന് ഒരു ആവറേജിലേക്ക് കുറഞ്ഞു. ബാക്കിയെല്ലാം പക്ക തന്നെയാണ്. അവർ എഴുതി വെച്ചിട്ടുള്ള പവർഫുൾ ബേസ് എന്ന് പറഞ്ഞ സാധനം ഭയങ്കരമായിട്ടുണ്ട്. കിടിലം നല്ല ബേസ് തന്നെയാണ്. പക്ഷെ അത് റിച്ച് ബേസ് എന്ന് ഞാൻ പറയില്ല. ഒരിക്കലും ഒരു പ്രീമിയം കൈൻഡ് ഓഫ് ബേസ് നമുക്ക് കിട്ടുന്നുണ്ടെന്ന് ഒരിക്കലും പറയില്ല. ട്രബിളും അങ്ങനെ കിട്ടുന്നുണ്ടെന്ന് ഞാൻ പറയില്ല. ക്വാളിറ്റി വൈസ് നോക്കുന്ന സമയത്ത് 1000 രൂപയ്ക്ക് ഒരു രക്ഷയില്ലാത്ത ക്വാളിറ്റി തന്നെയാണ് കിട്ടുന്നത്. പക്ഷേ എനിക്ക് ഫീൽ ചെയ്യുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ആ ഒരു ടോണിൻ്റെ ആ ക്വാളിറ്റിയും കൂടി കുറച്ചുകൂടി ബെറ്റർ ആക്കിയിരുന്നെങ്കിൽ ഇത് പൊളിക്കുമായിരുന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ മിവിയുടെ Duopods M30 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇയർബഡ്സ്. നിങ്ങളിപ്പോൾ ഒരു 1000 രൂപയ്ക്കകത്ത് നിങ്ങൾക്ക് ടൈറ്റ് ബഡ്ജറ്റാണ്. അപ്പോൾ 1000 രൂപയ്ക്കകത്ത് നിങ്ങൾക്കൊരു ഇയർബഡ്സ് വേണമെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് കണ്ണും പൊട്ടി വാങ്ങാനായിട്ട് പറ്റും. ഞാൻ പറഞ്ഞ ആ ഒരു ടോൺ ക്വാളിറ്റി മാത്രമാണ് ഇതിനകത്തൊരു പ്രശ്നമായിട്ട് നിൽക്കുന്നത്. ബാക്കിയെല്ലാം വോളിയം ലെവൽസ് ആയാലും അതുപോലെ തന്നെ അതിൻ്റെ ബാലൻസിങ് ആയാലും എല്ലാം പക്കയാണ്. അതായത് വോക്കൽസും ബീജിയവും തമ്മിലുള്ള ഒരു ബാലൻസിങ് ഒക്കെ പക്കയായിട്ട് തന്നെ മിവി ചെയ്തിട്ടുണ്ട്. നമ്മുടെ F70 ഒക്കെ ഉപയോഗിക്കുന്ന അതേ ഫീല് തന്നെയാണ് എനിക്ക് കിട്ടുന്നത്. അപ്പോൾ എന്തിനാണ് മടിച്ചു നിൽക്കുന്നത്? ഇത് പോയി നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ്. അതുമാത്രമല്ല Duopods M30 എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ഇയർബഡ്സ് നിങ്ങൾക്ക് ഗിവ് അവേ ആയിട്ട് തരാൻ പോവാണ്. ജസ്റ്റ് ചെയ്യേണ്ടത് ഈ ഒരു ഇയർബഡ്സിനെ കുറിച്ചിട്ട് അല്ലെങ്കിൽ മിവി എന്ന ബ്രാൻഡിനെ കുറിച്ചിട്ട് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളതെന്ന് വെച്ചാൽ ഒന്ന് കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്യുക. റാൻഡമായിട്ടൊരു കമൻറ്റ് നമ്മൾ പിക്ക് ചെയ്യുന്നുണ്ടായിരിക്കും. മറക്കരുത്, നിങ്ങളുടെ ചാനലിൽ ഇമെയിൽ ഐ ഡി കണക്ട് ചെയ്തിരിക്കണം. കണക്ട് ചെയ്തിട്ടില്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ദൂരെ എടുത്ത് കിണ്ടിക്കളയും. ഓവറോൾ പറയുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് കംപ്ലയിൻ്റ് ഒന്നും തോന്നിയില്ല. എനിക്ക് ആകെ കുറച്ച് കമ്മിയായിട്ട് തോന്നിയത് ഇതിൻ്റെ ഡിസൈൻ എലമെൻറ്റ് മാത്രമാണ്. ബാക്കിയെല്ലാം വെച്ചിട്ട് കൊള്ളാം, കുഴപ്പമൊന്നുമില്ല. നിങ്ങൾ ആൻഡ്രോയിഡിൽ കുറച്ച് ഹിഡൻ ആയിട്ടുള്ള ട്രിക്കുകൾ നോക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ ഈ വീഡിയോ കാണാം. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. അടുത്ത വീഡിയോയിൽ കാണുന്നതായിരിക്കും. ബൈ.